ഹലോ ലേണേഴ്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്ങനെ എഫക്റ്റീവായിട്ട് അനലൈസ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള കുറച്ച് ടിപ്സാണ്. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ ബിഗിനേഴ്സിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ടിപ്സിലേക്ക് കടക്കാം. ടിപ്പ് നമ്പർ 1, നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 10th ലെവൽ ആയിക്കോട്ടെ, +2 ലെവൽ ആയിക്കോട്ടെ, ഈവൻ ഡിഗ്രി ലെവലാണെങ്കിലും പ്രിലിംസും മെയിൻസും ഒരേപോലെ നമ്മൾ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ടിപ്പ് നമ്പർ 2, നമ്മൾ തന്നെ നമുക്കൊരു ഇൻവിജിലേറ്ററായി മാറി ഒരു എക്സാമിൻ്റെ ടൈമൊക്കെ ഷെഡ്യൂൾ ചെയ്ത് ഒരു എക്സാം നമ്മൾ നടത്തുക. ഡെയിലി ഒരു PYQ എങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. മാക്സിമം നമുക്ക് 2 or 3 PYQs പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയാൽ അതിലും നല്ലത്. അടുത്ത ടിപ്പ്, നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിനിപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ 4 ഓപ്ഷൻസിൽ നമ്മൾ അതിൻ്റെ ആൻസർ നമ്മൾ പഠിക്കും. നമ്മൾ ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ പഠിക്കും. അപ്പോൾ ബാക്കി വരുന്ന 3 ഓപ്ഷൻസ് ഉണ്ടാവില്ലേ, അതിനെക്കുറിച്ചും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതെന്താണ്, അതിനെക്കുറിച്ച് ഒരറിവ് നമുക്ക് വേണം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ 4 കാര്യങ്ങൾ പഠിക്കും. നെക്സ്റ്റ് ടിപ്പ്, നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ടും ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നതെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ ജോഗ്രഫി ആണെങ്കിൽ ഈ ഇന്ത്യൻ ഭൂമിശാസ്ത്രമൊക്കെ റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഹിസ്റ്ററി ആണെങ്കിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 5 ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. PYQ പ്രാക്ടീസിന് പ്രത്യേകം തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ലേണിംഗ്.